മേഘ, ഈ തെരഞ്ഞെടുപ്പ് അടുക്കുന്നതിന് മുമ്പിട്ട് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പിട്ട് വന്നിട്ടുള്ളൊരു കാര്യമായിരുന്നു ഡീൽ എന്ന് പറയുന്നത്. അതായത് കോൺഗ്രസ് ആണ് യഥാർത്ഥത്തിൽ ഡീല് ആദ്യമായിട്ട് ഉന്നയിക്കുന്നത്. അത് BJP-യുമായിട്ടും CPM-ഉമായിട്ടുള്ള ഡീലായിരുന്നു. പിന്നീട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ SDPയും CPM-ഉമായിട്ടുള്ള ഡീല്, അങ്ങനെ കേരളത്തിൽ മൊത്തത്തിലൊരു ഡീല് നടക്കുകയാണ്. ഡീൽ എന്ന വാക്ക് ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ഇപ്പോൾ KC വേണുഗോപാൽ MP ഇപ്പോൾ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, മുഖ്യമന്ത്രി ഈ BJP നേതാക്കന്മാരെ നേരിൽ പോയി കണ്ടു, അതും ഉദ്യോഗസ്ഥരില്ലാതെ. ഇതാണ് ഏറ്റവും വലിയ ഡീലിനുള്ള അടിത്തറ എന്നാണ് പറയുന്നത്. ഇതിൻ്റെ ഒരു സത്യാവസ്ഥ എന്താണ്? ഇപ്പോൾ AICC ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന KC വേണുഗോപാൽ MP ആരോപിക്കുന്നത് എന്ന് പറഞ്ഞാൽ, നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ 3 തവണ ഡൽഹിയിൽ പോയി BJP നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയെന്നാണ്. അമിത്ഷായെയും അതുപോലെ തന്നെ നിതിൻ ഗഡ്കരിയെയും അതുപോലെ തന്നെ നിർമ്മല സീതാരാമനെയും നേരിൽ പോയി കണ്ടു എന്നൊക്കെയാണ് ആരോപണമായി ഉന്നയിക്കുന്നത്. ഇതിന്റെ ഒരു വശം എന്ന് പറഞ്ഞാൽ, കേരളത്തിന്റെ ആവശ്യങ്ങൾ ഉന്നയിക്കാനായി കേന്ദ്രമന്ത്രിമാരെ കാണുന്നത് ഒരു തെറ്റാണോ? തെറ്റല്ല. പക്ഷെ അതൊരു സ്വകാര്യ കൂടിക്കാഴ്ചയാകുമ്പോഴും മന്ത്രിയുടെ വസതിയിൽ പോയി കാണുമ്പോഴും അതൊരു പ്രശ്നമാകും. ഇതിനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാല് അമിത്ഷായുടെ വീട്ടിൽ പോയാണ് കാണുന്നത്. വീട്ടിൽ പോകുമ്പോൾ ക്യാബിനറ്റിലുള്ള മറ്റാരുമില്ല. എന്തുകൊണ്ടാണ് മറ്റുള്ള ഉദ്യോഗസ്ഥരെ എല്ലാം ഒഴിവാക്കി മുഖ്യമന്ത്രി ഒറ്റയ്ക്ക് പോകുന്നത്? അത് തന്നെയാണ് ചോദ്യമായി ഉന്നയിക്കേണ്ടി വരുന്നത്. ഇപ്പോൾ അവരൊരു പ്രതിരോധം തീർക്കുന്നതിന്റെ ഭാഗമായി കേരളത്തിന്റെ ആവശ്യങ്ങൾ നേരിട്ട് അറിയിക്കാൻ പോയതാണ് എന്ന് പറഞ്ഞാൽ പോലും അവിടെ ഒരു ചോദ്യം ബാക്കിയാവുന്നത് അതുകൊണ്ട് തന്നെയാണ്. ഈ അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലുള്ള ഓഫീസർമാർ പിന്നെ കാണാനാണോ ഇരിക്കുന്നത് എന്നുള്ള ചോദ്യം തിരിച്ചു ചോദിക്കേണ്ടി വരും. ഇതിലെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, KC വേണുഗോപാൽ MPയെ പോലുള്ള സമുന്നതരായ നേതാക്കൾ, അതിപ്പോൾ കോൺഗ്രസിന്റെ ആണെങ്കിൽ പോലും വേറെ ഏതൊരു പാർട്ടിയുടെ ആണെങ്കിൽ പോലും, ഇത്തരം അടിസ്ഥാനങ്ങളോടുകൂടിയുള്ള ഈ തെളിവുകളോടുകൂടി ഒരു ആരോപണം ഉന്നയിക്കുക എന്ന് പറയുമ്പോൾ അതിലൊരു കഴമ്പുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. സ്വാഭാവികമായിട്ടും 7 തവണ പോയി കണ്ടു എന്നാണ് പറയപ്പെടുന്നത്. അതായത് ഈ മന്ത്രിമാരെ നമ്മൾ ഇതിനു മുമ്പിട്ട് ചർച്ച ചെയ്താണ്. ഇലക്ഷൻ ഒരു 6 മാസം മുമ്പിട്ട് നടന്നൊരു വിഷയം. അതായത് ശ്രീഎമ്മുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട്, PM ശ്രീ പദ്ധതി മാത്രമല്ല, അതിനു മുമ്പിട്ട് ശ്രീഎം എന്ന് പറയുന്ന ഒരാളുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ഗൂഢാലോചനയിൽ BJP-യുടെ ഉന്നത നേതാക്കന്മാരുമായിട്ട്, കേരളത്തിലെ നേതാക്കന്മാർ ആരുമില്ലായിരുന്നു, കേന്ദ്രത്തിൽ നിന്നുള്ള നേതാക്കന്മാർ മാത്രമായിട്ട് പിണറായി വിജയൻ ഒരു രഹസ്യ കൂടിക്കാഴ്ച കേരളത്തിൽ വെച്ച് നടത്തിയിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ഇടയ്ക്ക് വെച്ച് അത് വലിയ രീതിയിൽ വിവാദങ്ങളായിരുന്ന ഒരു വിഷയമാണ്. അത് തന്നെയാണ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ടൈംസ് ഓഫ് ഇന്ത്യയുടെ അതിൻ്റെ ഡിജിറ്റൽ പേജ് ഉണ്ട്. അപ്പോൾ അതിൽ ഈ അപ്പുക്കുട്ടൻ വള്ളിക്കുന്ന് എന്ന് പറയുന്ന CPM-ന്റെ തന്നെ ഒരു നേതാവ് പറഞ്ഞൊരു കാര്യമുണ്ട്. അത് ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങുന്നതിന് മുമ്പ് വലിയ രീതിയിൽ വിവാദങ്ങളായിരുന്നു. എന്തുകൊണ്ടാണ് പിണറായി വിജയൻ അത് പോയി കണ്ടത്? യഥാർത്ഥത്തിൽ ഡീൽ ഉണ്ടായത് കൊണ്ടാണ് എന്നാണ്. ഈ തെരഞ്ഞെടുപ്പിന് മുന്നേ വരെ ഏറെ നിന്നിരുന്ന കാര്യമായിരുന്നു 10 മണ്ഡലവുമായി ബന്ധപ്പെട്ട് CPM-ഉം BJP-യും തമ്മിൽ ഡീലുണ്ട് എന്ന്. അത് കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്താണ് പ്രതിപക്ഷം ഇത് കൃത്യമായിട്ട് ഉന്നയിക്കുന്നത്. എന്തുകൊണ്ടാണ് പാലക്കാട് പോലൊരു മണ്ഡലത്തിൽ NMR റസാഖിനെ പോലൊരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ ഇട്ടത്? അതിന്റെ പിന്നിൽ വളരെ വലിയ ദുരൂഹതയുണ്ട് എന്നാണ് ഇവിടെ ബാക്കിയുള്ള ആളുകളാണെങ്കിൽ പോലും ഉന്നയിക്കുന്നത്. അപ്പോൾ അതൊരു ഡീലിന്റെ അടിസ്ഥാനത്തിലാണ് ശോഭാ സുരേന്ദ്രൻ വിജയിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുന്ന ആക്ഷേപമുണ്ട്. അതെ, നിയമത്തൊരു ഡീല് നടക്കുന്നുണ്ട് എന്നുള്ള ആക്ഷേപമുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ഒരു വച്ചുമാറൽ രാഷ്ട്രീയമാണ്. ഇപ്പോൾ ഒരു മണ്ഡലത്തിൽ BJP ജയിക്കുമ്പോൾ അവിടെ CPM വോട്ട് ചോർത്തി കൊടുക്കുന്നു, മറ്റൊരു മണ്ഡലത്തിൽ CPM വിജയിച്ചാൽ അവിടെ BJP വോട്ട് ചോർത്തി കൊടുക്കുന്നു. കോൺഗ്രസിലേക്ക് പോകേണ്ട വോട്ടുകൾ സ്പ്ലിറ്റ് ആക്കുക എന്ന ഉദ്ദേശം. അപ്പോൾ ഒരിടത്തേക്ക് പോകരുത്, സ്പ്ലിറ്റ് ആയിക്കൊണ്ട് അല്ലെങ്കിൽ ഒരിടത്തേക്ക് സമാഹരിച്ചുകൊണ്ട് മറ്റേ ആള് തോറ്റു കൊടുത്തുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയമാണ് ഇതിൽ നടക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ്. ഇത് പല കാലങ്ങളിലായി, കഴിഞ്ഞ കുറെ നാളുകളായി മാധ്യമങ്ങളടക്കം ഇത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരുകയാണ്. കോൺഗ്രസും BJP-യുമാണ് ഡീൽ എന്ന് പറയുന്നു, CPM-ഉം BJP-യുമാണ് ഡീൽ എന്ന് പറയുന്നു. പക്ഷെ BJP ഇതിൽ മൗനം പാലിക്കുകയാണ് ചെയ്യുന്നത്. ഇതിൽ അവർക്ക് കുറെ നേട്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇതിലുള്ള പ്രധാനപ്പെട്ട മറ്റൊരു ആരോപണം എന്ന് പറയുന്നത്, പിണറായി വിജയനെതിരെ നടക്കുന്ന അല്ലെങ്കിൽ പിണറായി വിജയന്റെ കുടുംബത്തിനെതിരെ നടക്കുന്ന പല കേന്ദ്ര നേതൃത്വത്തിലുള്ള അന്വേഷണങ്ങൾ തന്നെയാണ്. എന്തുകൊണ്ട് അവരെല്ലാം മൗനം പാലിക്കുന്നു? അന്വേഷണം എന്തുകൊണ്ട് മെല്ലെ പോകുന്നു? ഇപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് മുക്കിക്കളയുന്നു. ഇപ്പോൾ BJP ഒക്കെ ഇത് വലിയ രീതിയിൽ എടുത്തു കാട്ടേണ്ട ഒരു വിഷയമായിരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ള എന്ന് പറയുന്നത് BJP ശബരിമലയെ തൊട്ടു കളിക്കുന്നില്ല എന്നത് വലിയൊരു കാര്യമാണ്. മിണ്ടുന്നില്ല എന്നുള്ളത് വലിയൊരു നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. ആകെ കോൺഗ്രസ് മാത്രമാണ് ശബരിമല വിഷയം ഉയർത്തി കാണിക്കുന്നത്. അതിനപ്പുറത്തേക്ക് BJP ആ വിഷയത്തിൽ തുടങ്ങിയോ? ഇവിടെ BJP നമുക്കറിയാമല്ലോ, ഇത് സുവർണാവസരമാണ് എന്ന് പറഞ്ഞത് ആരാണ്? ശബരിമല സ്ത്രീ പ്രവേശനം. അതിനുശേഷം ഇത്രയും വലിയ വിഷയങ്ങൾ ഉണ്ടായിട്ട് എന്തുകൊണ്ട് BJP ഏറ്റെടുക്കുന്നില്ല?
BJP അപ്പോ രാജീവ് ചന്ദ്രശേഖരനെ ഇടയ്ക്കെപ്പോഴെങ്കിലുമൊക്കെ പറഞ്ഞു പോകുന്നതല്ലാതെ ഇത് പ്രധാനമായിട്ട് അവരുടെ അണികൾ ഏറ്റെടുക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അവരുടെ നേതൃത്വം ഏറ്റെടുക്കുന്നുണ്ടോ? ഇല്ല. മാധ്യമങ്ങൾ കൂടുമ്പോ ചെറിയൊരു ആക്ഷേപം പോലെ പറഞ്ഞു പോകുന്നതല്ലാതെ ഇതുമായി ബന്ധപ്പെട്ട് BJP ഒന്നും ഏറ്റെടുക്കുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ നിലനിൽക്കുന്ന ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് കേരളത്തിലെ 4 മണ്ഡലത്തിൽ BJP വിജയിപ്പിക്കുക, ബാക്കിയുള്ള മണ്ഡലങ്ങളിൽ LDFന് സപ്പോർട്ട് കൊടുക്കുക. എന്താണെങ്കിലും ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഏറ്റവും കൂടുതലും ചർച്ച ചെയ്യാൻ പോകുന്നത് BJPയിലേക്ക് ഒഴുകിയ വോട്ടുകളായിരിക്കും. അത് എവിടെ നിന്നാണ് പോയത്? ഇപ്പോൾ ആലപ്പുഴ മണ്ഡലത്തെ പറ്റിയൊക്കെ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ BJP വോട്ടുകൾ ചോർന്നു പോയൊരു മണ്ഡലമായിരുന്നു. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 2ാം സ്ഥാനത്തേക്കാണ് ശോഭാ സുരേന്ദ്രൻ വന്നത്. അതെങ്ങനെയാണ്? ഇപ്പോൾ ആലപ്പുഴ പോലെ ഒരു ഇടതുപക്ഷ മണ്ണിൽ നിന്നും ഏറ്റവും കൂടുതൽ വോട്ടുകൾ ഇവരിലേക്ക് ഒഴുകുമ്പോൾ സ്വാഭാവികമായിട്ടും വലിയ രീതിയിൽ ചോദ്യങ്ങൾ ഉണ്ടാകും. CPMനോട് അന്ന് ചോദിച്ചതാണ്, അവിടെ ഒരു ഡീല് നടന്നിട്ടില്ലേ, അവിടെയുള്ള CPMന്റെ വോട്ടുകളല്ലേ BJPയിലേക്ക് പോയത് എന്നതിനുള്ള ഉത്തരം ഇന്നേ വരെ കൊടുക്കാൻ കഴിയില്ല. അവിടെ പോലും നമുക്ക് വേണമെങ്കിൽ ഒരു ഡീല് സംശയിക്കേണ്ടിയിരിക്കുന്നു. ആലപ്പുഴയിൽ ഒന്നുകൂടി ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുകയായിരുന്നുവെങ്കിൽ, നമ്മളെല്ലാം പറയുന്ന ഒരു കാര്യമാണ്, ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചാൽ വിജയിക്കാൻ സാധ്യതയുള്ള ഒരു കാൻഡിഡേറ്റ് ആണ്. ആലപ്പുഴയിൽ തന്നെ ഒന്നുകൂടെ ഒരു അവസരം കൊടുത്തിരുന്നുവെങ്കിൽ ചിലപ്പോൾ ആലപ്പുഴയിൽ വിജയിക്കുമായിരുന്നു. അതിനു പകരം ആലപ്പുഴ ഞങ്ങൾക്ക് തരൂ, പാലക്കാട് ഞങ്ങൾ നിങ്ങൾക്ക് തരാമെന്നൊരു ഡീൽ അവിടെ നടക്കുന്നുണ്ടാകാം. അതിന്റെ ഭാഗമായിട്ടായിരിക്കാം NMR റസാഖിനെ പോലെ ഒരു വ്യാപാരിയെ നിർത്തിക്കൊണ്ട് അവിടെ ഒരു കോമ്പറ്റീഷൻ ലഘൂകരിച്ചു കൊടുത്തത്. അതെ. ഇപ്പൊ നമുക്കറിയാം ആലപ്പുഴയെ സംബന്ധിച്ച്, ഇപ്പോൾ CPMനെ സംബന്ധിച്ച് വളരെ വലിയൊരു പ്രശ്നം നടക്കുന്നത് G സുധാകരൻ മത്സരിക്കുന്നതുകൊണ്ടാണ്. ആലപ്പുഴയിൽ, അതായത് ആലപ്പുഴ ജില്ലയിൽ നമ്മൾ ഒരു ജില്ല എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ജില്ലയിലും ഇപ്പോൾ CPMന്റെ ഒരു വിമത സ്ഥാനാർത്ഥിയുണ്ട്. കൊട്ടാരക്കര ആണെങ്കിൽ ഐഷ പോറ്റി, ഇങ്ങനെ എല്ലാ ജില്ലകളിലും ഉണ്ട്. അപ്പം പാലക്കാടാണെങ്കിൽ പോലും ഉണ്ട്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും പാലക്കാട് ഒറ്റപ്പാലത്ത് മത്സരിക്കുന്ന PK ശശി ആണെങ്കിൽ പോലും ഒരു വിമത സ്ഥാനാർത്ഥിയാണ്. അപ്പോൾ അത്തരത്തിലുള്ള സ്ഥാനാർത്ഥികൾ ഉള്ള സമയത്ത് ആലപ്പുഴയിൽ എങ്ങനെയെങ്കിലും ഒക്കെ പിടിച്ചു നിൽക്കണം, എന്നാൽ മാത്രമേ അടുത്ത തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ കഴിയുകയുള്ളൂ. ആ ഒരു ഡീല് നടക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ആലപ്പുഴയിലെ BJP വോട്ട് ഷെയർ കൂട്ടുകയാണെങ്കിൽ അത് വലിയ ചോദ്യമായിട്ട് മാറും. എന്തുകൊണ്ടാണ് CPMന് അവിടെ വോട്ട് കുറഞ്ഞു പോയത് എന്നുള്ള ചോദ്യങ്ങൾ. പാലക്കാടാണെങ്കിൽ പോലും പാലക്കാട് CPMന്റെ വോട്ടുകൾ NMR റസാഖിന് പിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് വലിയ ചോദ്യചിഹ്നമാകും. അവിടെ ഏതെങ്കിലും വിധത്തിൽ ശോഭാ സുരേന്ദ്രൻ വിജയിക്കുകയാണെങ്കിൽ അത് വലിയ ചർച്ചയാകും. ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ KC വേണുഗോപാൽ ഉന്നയിച്ചിട്ടുള്ള ഈ വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ 7 തവണയാണ് പിണറായി വിജയൻ ഡൽഹിയിൽ പോയിട്ടുള്ളത്. ഡൽഹിയിൽ പോയി ആദ്യം നമ്മൾ പറയുന്നത് പോലെ ഇത്തരത്തിൽ അമിത്ഷായെ വീട്ടിൽ പോയി കാണുന്നു, നിർമ്മല സീതാരാമനെ പോയി കാണുന്നു, നിതിൻ ഗഡ്കരിയെ പോയി കാണുന്നു. ഇതിലൊക്കെ വലിയൊരു ഗൂഢാലോചന ഉണ്ട്, അല്ലെങ്കിൽ ഇതിലൊക്കെ ദുരൂഹതയുണ്ട് എന്ന് പറയുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം, ഒഫീഷ്യലി പോവുകയാണെങ്കിൽ കുഴപ്പമില്ല. ഇപ്പോൾ ഒഫീഷ്യലി പോകുമ്പോൾ കൂടെ ഉദ്യോഗസ്ഥർ കാണും, ക്യാബിനറ്റിൽ നിന്നുള്ള മറ്റുള്ള ആളുകൾ കാണും. അങ്ങനെയുള്ള സമയത്ത് അവരെ കണ്ടു, കേരളത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞു, ഓക്കെ ശരി. പക്ഷെ ഈ പോക്കിൽ ആരുമില്ല, ഒറ്റയ്ക്കാണ്. പിണറായി വിജയൻ ഒറ്റയ്ക്ക് പോയി കണ്ട്, ഏതെങ്കിലും മീഡിയേറ്റർമാർ കാണും, ഹിന്ദി സംസാരിക്കാനോ എന്താ, സ്വാഭാവികമായിട്ടും അങ്ങനെയാണല്ലോ. അപ്പൊ അങ്ങനെയുള്ള 2-3 വളരെ രഹസ്യമായിട്ട് പോയി കാണുന്നത് എന്തിനാണ്? ബാക്കി ഇപ്പോ ഒഫീഷ്യലി പോയി കാണുകയാണെങ്കിൽ ഒഫീഷ്യലി അതെല്ലാം രജിസ്റ്റേർഡ് ആയിരിക്കും. ഇത് ഒഫീഷ്യലി അല്ല, അൺഒഫീഷ്യലി പോയി കാണുന്നത് എന്തിനാണ്? ഇപ്പോൾ അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. ഇപ്പോൾ ഈ അമിത്ഷായുടെ വീട്ടിൽ BJP നേതാക്കന്മാരല്ലാതെ ഇതര മുഖ്യമന്ത്രിമാർ ആരും പോയി കണ്ടിട്ടില്ല. പിന്നെ എങ്ങനെയാണ് പിണറായി വിജയൻ എന്ന് പറയുന്ന BJP ഇതര ഒരു മുഖ്യമന്ത്രി പോയി കാണുന്നത് എന്നുള്ള വലിയ BJP നേതാക്കൾക്ക് പോലും കുടുംബത്തിലേക്ക് അത്രയും സ്വീകാര്യതയും അത്രയും ആക്സസും ഉണ്ടോ എന്നുള്ള കാര്യം സംശയമുള്ളപ്പോഴാണ് ഇപ്പോൾ ആ സമയത്താണ് പിണറായി വിജയൻ പോയി കാണുന്നത്. BJP എതിർക്കുന്നുവെന്നും വർഗീയത എതിർക്കുന്നുവെന്നും ഇവിടെ ഘോരഘോരം പ്രസംഗിച്ചിട്ട് അവിടെ പോയി കൂടിക്കാഴ്ച നടത്തിയതിൽ തന്നെയാണ് ഈ പറഞ്ഞ ദുരൂഹത എന്ന് പറയുന്നത് ആരോപിക്കുന്നത്. എന്താണെങ്കിലും ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴേക്കും ഈ ദുരൂഹതകൾ ഒന്നുകൂടെ ചുരുളഴി.